ആർദ്രതയുള്ള അമ്മ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ എൻ്റെ കരുണയുടെ മഹത്വം പ്രചരിപ്പിക്കുന്ന ആത്മാക്കളെ അവരുടെ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷിക്കും. അവരുടെ മരണസമയത്ത് ഞാൻ അവർക്ക് വിധിയാളനായിരിക്കുകയില്ല, മറിച്ച് കരുണയുള്ള രക്ഷകനായിരിക്കും. ആ അവസാന മണിക്കൂറിൽ ഒരു ആത്മാവിനെ സ്വന്തമായി പ്രതിരോധിക്കാൻ എൻ്റെ കരുണയല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. ജീവിതകാലം മുഴുവൻ കരുണയുടെ ഉറവയിൽ മുങ്ങിക്കിടക്കുന്ന ആത്മാവ് എത്ര സന്തോഷവതിയാണ്. എന്തെന്നാൽ നീതിക്ക് അതിൻ്റെ മേലൊരവകാശവും ഉണ്ടായിരിക്കുകയില്ല. ഇതെഴുതുക, ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതിനേക്കാൾ ആഴമായി അസ്തിത്വമുള്ളതെല്ലാം എൻ്റെ കരുണയുടെ ഉള്ളറയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ നന്മയിലുള്ള അവിശ്വാസം എത്ര വേദനാജനകമായി എന്നെ വ്രണപ്പെടുത്തുന്നു. അവിശ്വാസത്തിൻ്റെ പാപങ്ങൾ ഏറ്റവും കഠിനമായി എന്നെ മുറിപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് നോവിസിന്റെ ഡയറക്ട്രസ് സിസ്റ്റർ കലിസ്റ്റ ദൈവകരുണയെക്കുറിച്ച് മനോഹരമായൊരു ഗീതം ആലപിച്ചു. ഈ അഗ്രാഹ്യമായ കരുണയുടെ അഗാധതയെപ്പറ്റി അവൾക്ക് ആഴമായ ജ്ഞാനം നൽകണമെന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി കർത്താവിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു: ആദിതേ, എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹമേ, നിന്നെ പ്രതി ഞാൻ ഭൂമിയെ അനുഗ്രഹിക്കുന്നു. എന്റെ കരുണയുടെ വക്താവായ നീ എഴുതുക. എന്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ആത്മാക്കളോട് പറയുക. എന്തെന്നാൽ എന്റെ നീതിയുടെ ഭയാനകമായ ആ ദിനം ആസന്നമായിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോ വളരെ സ്പഷ്ടമായി പറയുകയാണ്, 70 വർഷം മുമ്പേ പറയുകയാണ്, കർത്താവിന്റെ രണ്ടാം വരവിന്റെ നീതിയുടെ ആ ഭയാനകമായ ആ ദിവസം ആസന്നമായിരിക്കും.